പിന്നെ ഉഷാറല്ലേ നമ്മക്കുണ്ടാ പേടി. ഗൈസ് ആരാ ഔട്ട്ഫിറ്റ് ആണ് കുറച്ചും കൂടി നല്ല റേറ്റ് ചെയ്യണം നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോ എന്നെ താഴെ കമന്റ് ആയിട്ട് ഏട്ടൻ്റെതാണോ? ഏട്ടൻ്റെ ക്ലീൻ സിമ്പിൾ സാധനമാണ് അല്ല എൻ്റെ ആണോ? ഇതാണ് എനിക്ക് ഞാൻ വോട്ട് ചെയ്യുന്ന അതിനാ. അല്ല അത് ചെരുപ്പ് പറഞ്ഞാ ഏട്ടൻ ലൂസ് ചെയ്തത് ഷൂയിലാണ്. അത് ശരിയാ. എനിക്ക് വേറെ ഷൂ ഉണ്ടോ ഭയങ്കര ഇതായി പോകും, പ്രീമിയം മറ്റേ എന്താ പറയാ എക്സിക്യൂട്ടീവ് ആയി പോയി. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമ്പോ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ. പിന്നെ വേറൊരു ചോദ്യം എനിക്ക് പ്രേക്ഷകരോട് ചോദിക്കാനുണ്ട്. ഗൈസ് നിങ്ങൾക്ക് 0.5 ഷൂട്ട് ചെയ്യുന്നതാണോ ഇഷ്ടം അതോ 1-ലാണോ? കുറെ ആൾക്കാർ 0.5 ഷൂട്ട് ചെയ്യണം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0.5 ഷൂട്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്താ പേടി? നമുക്ക് പേടിയില്ലാത്തോണ്ട് ഇന്ന് സ്റ്റേക്ക് അടിച്ച് കയറ്റാം. ജോലി കഴിഞ്ഞ് വന്നു, എനിക്കിനി ഒരു 60 ഗ്രാം പ്രോട്ടീനും കൂടി ബാക്കിയുണ്ട്. അപ്പം ഞാനിപ്പോൾ പോയൊരു സ്റ്റേക്കും ഒരു ചിക്കനും, മേ ബി ചിക്കൻ ഉണ്ടാവില്ല, സ്റ്റേക്ക് അടിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ശ്രീഹരി ഉണ്ട്, അഭിജിത്ത് ഉണ്ട്, പ്രസിദ്ധാട്ടിനുണ്ട്, ഷിയോൺ ഉണ്ട്. ഓക്കെ, ഷിയോൺ കുറേ നാളായിട്ട് നമ്മുടെ വ്ളോഗിലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. 2 years അവൻ വന്നു. അവൻ പിന്നെ വിർജിനിയയിലായിരുന്നു ജോലി. അപ്പോൾ അവിടുന്ന് ജോലി കഴിഞ്ഞിപ്പം വന്നിട്ടുണ്ട് ഒരാഴ്ച ലീവിന് കേട്ടാ. പിന്നെ വേറൊരു കാര്യം എന്നെ കാണിച്ചേ ഗൈസ്, ഞാൻ ജിമ്മിൽ പോകുന്നതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ടൈറ്റായി കൈ വലുതായി കേട്ടാ, കൈ വലുതാവുന്നുണ്ട്. നീ ഇങ്ങനെ ട്രൈസെപ്സ് കൂടി വരുന്നുണ്ട്. എടാ ഇപ്പം നിന്റെ ഔട്ട്ഫിറ്റ് നോക്ക്. ഇപ്പം നിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോട്, ഇത് വ്ളോഗ് ഒന്നും എടുക്കുന്നതിന് മുന്നേ പറഞ്ഞേ ഗൈസ്. ഞാൻ ഇല്ലേ സാധാ ഇങ്ങനെ ഡ്രസ് ഇടുമ്പോ ഇങ്ങനെ ഓക്കെ ഒരു സാധാ ഇത് വെച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോലെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റർ അത്. പിന്നെ അത് വെറുതെ പറയുന്നില്ല, ഡ്രസ്സിങ്ങിന് ഭയങ്കര കാര്യമുണ്ട്. നമ്മളിനി പോകുമ്പില്ലേ എപ്പൊ ഞാനിത് അടിച്ചറിയാം. ഞാൻ പണ്ട് എന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കലുണ്ട്. ഞാൻ എന്തെല്ലോ ഇട്ടിട്ട് പോയാ ഒരു ദിവസം ഞാൻ ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്തില്ലേ, മാളിൽ പോയി എല്ലാരും നോട്ടം. എന്റെ മോനെ ആ പെർഫ്യൂം വെക്കുന്ന ആളുകളില്ലേ തേടി പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ പെർഫ്യൂം വാങ്ങുന്നോ എന്ന് പറഞ്ഞിട്ട് വരും. എനിക്ക് ഭയങ്കര ഇത് ഇട്ടാൽ എനിക്ക് കുറച്ച് ഒരു റിച്ച് ഫീല് തോന്നി. റിച്ച് അല്ലെങ്കിലും ഒരു വാച്ചും നൈസ്. ഇനി അടുത്ത് തന്നെ ഇല്ലേ നീ ഈ സ്റ്റൈലിലേക്ക് മാറും എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് നല്ലോണം അറിയാം. കാരണം നീ ആദ്യം ഇങ്ങനെ പോവും, പിന്നെ ഞാൻ ആ പോകുന്ന വഴിക്ക് ഇങ്ങനെ വരുന്നു. അതങ്ങനെയാണല്ലോ. ഗൈസ് പിന്നെ ഇങ്ങനത്തെ ക്വാളിറ്റി സാധനം കിടിലം പോലത്തെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ theVibezone.com പോയാൽ മതി. ഇതെന്താണ് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അമ്മ ജാക്കറ്റിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാം. അൺലോഡ് ചെയ്തത് അമ്മ ജാക്കറ്റിന് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇതിൽ ടയർ പ്രഷർ ഓഫ് ആണല്ലോ. അത് അമ്മ പറഞ്ഞില്ലേ നേരത്തെ. ഇങ്ങനെ മഞ്ഞെല്ലാം കത്തുമായിരുന്നു. നമുക്ക് പോയി ഇപ്പോൾ ഷിയോനെ കൂട്ടാം, എന്നിട്ട് അഭിജിത്തിനെയും കൂട്ടാം. ഓക്കെ. പിന്നെ ഗൈസ് ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും കമൻറ്റിലൂടെയെല്ലാം അറിയിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വ്ളോഗ് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു എന്നുവെച്ചാൽ കണ്ടന്റിനായിട്ട് നമ്മൾ പുറകെ പോവാതില്ലേ, നമ്മളെ ലൈഫിൽ നടക്കുന്നത് നമ്മൾ വ്ളോഗ് ഇടുക. ഇത് ഞാൻ ചെയ്യാൻ കാരണം എന്താ പറയുക, ഞാൻ ഗാരി വി എന്ന് പറഞ്ഞൊരു ആളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. ഗാരി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് ആണ്. പുള്ളി പറയുന്ന സാധനങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് വെച്ചാൽ നിങ്ങൾ കണ്ടന്റിനായിട്ട് സമയം കണ്ടെത്തണ്ട. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നടക്കുന്നത്, നിങ്ങളിപ്പോൾ ഗരാജ് ക്ലീൻ ആക്കുകയാണെങ്കിൽ ആ ഗരാജ് ക്ലീൻ ആക്കുന്നത് കാണിക്കോ അതിനുള്ള ഓഡിയൻസ് ഉണ്ട്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ ജീവിത സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ കണ്ടോളും. ബാക്കി അല്ലാത്തവർ ചിലപ്പോൾ അൺഫോളോ ചെയ്യും, അൺസബ്സ്ക്രൈബ് ചെയ്യും, ഹെയ്റ്റ് ചെയ്യും. അത് മൈൻഡ് ചെയ്യാതെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ജീവിതം ഒരു ജേണി ആക്കിയിട്ട് ആ ജേണിയിൽ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം. ഇപ്പൊ ഇമാൻ ഗാഡ്സിലും ചെയ്യുന്ന സെയിം സാധനമാണ്, പക്ഷെ കുറച്ചും കൂടി റിച്ച് ലെവല് ചെയ്യുന്നു. പിന്നെ നമ്മൾ ആ ലെവൽ എത്തും ഗൈസ് വൺ ഡേ. പക്ഷേ ഇല്ലേ ഇമാൻ ഗാഡ്സിയും പിന്നെ പണ്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ജേണി മൊത്തം. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു രസമാണ്. പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത ആ സമയം, കുറച്ച് പൈസ വന്നിട്ടുള്ള സമയം, പിന്നെ നല്ലോണം പൈസ വന്നിട്ടുള്ള സമയം, പിന്നെ അങ്ങനെ പിന്നെ എല്ലാ പൈസ പോകുന്ന സമയം. സിഗ്നേച്ചർ സ്ഥലമായി അത് ഷിയോൺ അല്ല റിഷോണെ കളിയാക്കിയിട്ട് ആദ്യം ഇട്ടാ. ഇപ്പൊ അത് ശ്രീഹരിന്റെ സിഗ്നേച്ചറായി. അതെ, കിടന്നല്ലേ സാധനം നൈസ്. അത് ഞാൻ ഓരോട്ട് ഇട്ടതാണ്. മസിലെല്ലാം ജിമ്മിൽ വെറുതെ പോലെ കുറച്ച് കാണിക്കാൻ വേണ്ടിട്ടാണ്. ടെക്സാസ് റോഡോസ് നമ്മളിവിടെ മുന്നേ ഒന്ന് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കയിലെ തന്നെ നല്ല അടിപൊളി സ്റ്റേക്ക്, ഫേമസ് സ്റ്റേക്ക് ഇട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഔട്ട്ഡോർ.
കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ നല്ല തിരക്കാട്ടെ, നൈറ്റ് സമയം നല്ല തിരക്കുള്ള പിന്നെ ഒരു റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം വലിയ പ്രൈസിങ് കാര്യങ്ങളൊന്നും ഒരു മീഡിയം റേഞ്ച് പ്രൈസിങ്ങും പരിപാടിയൊക്കെയാണ്. നമുക്ക് പോയി സ്റ്റേക്ക് അടിക്കാം കേട്ടോ. നമ്മുടെ ചൂടുവെള്ളം കഴുകിയ വെള്ളം. ശിവണേട്ട ആരും ബ്ലോഗിൽ 2-3 വർഷമായി കണ്ടിട്ട്. ഇല്ലാത്ത വ്യക്തിയാണ്. ഏതാത് സ്ഥലം എവിടെയാ നിങ്ങളുടെ? വെർജിനിയ. പക്ഷെ ചിക്കന് പകരം 2 സ്റ്റേക്കാണ്. എനിക്ക് ചിക്കൻ എന്നാ വാങ്ങിയ ചിക്കന് പകരം ഇത് തന്നെ ഇടാമോ? പക്ഷേ അറിയില്ല. ഈ സെയിം സാധനം ഇവിടെ കാണുന്നില്ല. ഞാൻ വാങ്ങിയത് എന്നറിയാം. തിരിക്കും ഇതാ വേണ്ടെന്ന് വാങ്ങിയ നിങ്ങൾ ഒരു സാധനം വാങ്ങിയ. അല്ലല്ല ഞാനിത് സെർലാൻ. ഞാൻ വാങ്ങിയത് ഓൾ അമേരിക്കൻ ചീസ് ബർഗർ. ഓൾ അമേരിക്കൻ ചീസ് ബർഗർ ഞാൻ വാങ്ങിയ. നീ ഷിയോന്ന് പറഞ്ഞ ഷിയോൺ നമ്മൾ വരുന്നതിന് മുന്നേ പുറത്തു പോയി കഴിച്ചു. വെള്ളം മറ്റേ ആപ്പിൾ ബീസിൽ എത്രയായതറിയാ? $70-80. അതില്ലേ, അത് ഓരോ ഗെയിമിനും $3 അത്. ഞാൻ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഏതാ ഇഷ്ടപ്പെടുന്നത്. കാർഡ് അച്ഛൻ അവസാനം അച്ഛൻ കൊടുത്ത്. ഇല്ല, അവരോട് പറഞ്ഞില്ല, അറിയാണ്ടാന്ന് ചെക്കന് വിവരമില്ലാത്ത. എന്റെ അടുത്ത് പറഞ്ഞാ എന്താ വാങ്ങിയ? അത് എല്ലില്ലട്ടാ. എല്ലില്ലേ? ഇല്ല, എല്ലുണ്ട്. ഞാൻ കടിച്ച് പ്രശ്നമൊന്നുമില്ല. അതിന്റെ എല്ല് വരില്ലേടാ. എല്ലിന് ഭാരം കൂടുതലോ, പൈസ കൂടുതലോ. നല്ല പ്രോട്ടീൻ ആയിരിക്കും. ഒരു 10-80 ഗ്രാം പ്രോട്ടീൻ എന്തായാലും ഉണ്ടോ. 50 എന്ന് പറയുമ്പോ 20 എക്സ്ട്രാ ആയി. നാളത്തേക്കും കൂടി ഇല്ലേ? ഓക്കെ. ജോലിക്ക് പോയാൽ പ്രോട്ടീൻ പാൽ വാങ്ങിക്കും. ആൾക്കാരൊക്കെ ഇവിടെ കുറിച്ചു അവർക്ക് വെൽഡിന്റെ വന്ന് ഈ ജോലിയിൽ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്, എത്ര പൈസ പോകുന്നുണ്ട്. ശരിയാവുന്നില്ല. ജോലിക്ക് നോക്കുമ്പോട്ട് അവിടെ ലിസ്റ്റ് വരുന്നു. ഒരു ദിവസമില്ലേ നല്ലൊരു ലിസ്റ്റ് വരെ നമ്മളത് ചെയ്ത് തീരാനാവുമല്ലോ. ഒരു 2 ദിവസം കഴിയുമ്പോ അപ്പോഴേക്കും പുതിയ ലിസ്റ്റ് വരും. മൂടാൻ പോകും. അത്ര പോകും. പിന്നെ ഞാൻ ചെയ്യില്ല. പിന്നെ ആ ആഴ്ച ഒന്നും ചെയ്യില്ല. ഭാഗ്യം കുറച്ചു മുന്നാണ് കുഞ്ഞി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ സെയിം അഭിപ്രായമായിരിക്കും. ആ ബ്രെഡ് വായിലിട്ടു. ഞാൻ പറഞ്ഞ ഭാഗ്യം കുറച്ചു മുന്നോട്ട്. ഇതെല്ലാം എടുത്തോ. പ്രിയ പിന്നെ പ്രിയല്ലേ? അവരോട് ചോദിക്കും പ്രിയ. അത് ചീപ്പായി പോവാ. പ്രിയ ആണെങ്കിൽ കഴിച്ചത്. പണ്ട് ഇവിടെ അതാ ഞാൻ പറഞ്ഞു. ചിക്കനായിട്ടാ വരുന്നത്. അതിന്റെ നീ 2 സ്റ്റേക്കാണ് ഒരുമിച്ച് വന്നാൽ മതിയെന്ന് ചോദിച്ചാൽ. ചിക്കൻ ഞാൻ കഴിച്ചു നോക്കി. നമുക്ക് സ്റ്റേക്ക് കുറച്ചും ഇഷ്ടപ്പെട്ടെ. ഞാൻ വെൽഡെണ്ണ പറയും കേട്ടോ. മീഡിയം റയർ. നമ്മൾ കുറച്ച് ചോപ്പ് ഉണ്ടാവും. ഗോപിയേട്ടൻ കഴിക്കുന്ന കാണണം.
പിങ്കും അല്ല അതിന്റെ അപ്പുറം ചോര സാധനമില്ല. റോബിയുടെ കഴിക്കുന്ന ഏതാണ്? ബ്ലൂവാ? ബ്ലൂ ബ്ലൂ പശുവിനില്ലേ, പശുവിന് തലക്കടിച്ച് കൊല്ലും അതേപോലെ പച്ച കുടിക്കും അത്. ആ ചോരെല്ലാം കുടിക്കും അതിന്റെ. ബ്രോ ആ കീറുമ്പൂല്ലേ ചോരൊക്കെ വരും. ത്രോട്ടിൽ ചോര 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 നല്ലത്. അത് മറ്റേ ജ്യൂസ് ജ്യൂസാ? അല്ല എന്നോട് റോബേട്ടനെ പറഞ്ഞ ചോരല്ല. ചോരല്ല അത്, ചോരല്ല. അതിന്റെ ആ മീറ്റിന്റെ ജ്യൂസ് അല്ല മീറ്റിന്റെ വെള്ളം. പക്ഷെ അല്ലാന്നാ പറയുന്നത്. അത് പിള്ളേരെ ഇപ്പൊ പറഞ്ഞുതരും. മണ്ടനല്ല മീഡിയം പറയാനെന്താ അറിയില്ല. സ്റ്റേക്കിനെ കുറിച്ചൊരു കോമൺ സെൻസ് വിവരമില്ലാത്ത അത് പറയ കമന്റിൽ പൊങ്കാല പോലെ എനിക്കൊന്നും ഒന്നും അറിയില്ല. നിങ്ങൾ വല്ല കഴിവുണ്ടോടാ? എന്താ ചെയ്യാ? ഫുഡ് ഹാസ് അറൈവ്ഡ്. വൗ, നല്ല ഇത് പെപ്സി കേട്ടാ. പെപ്സിന്റെ ലോഗോ ഉണ്ട്. ആപ്പിൾ എനിക്കും തോന്നി പബ്ജിന്റെ ലോഗോ ഇവിടെ. എനിക്കും തോന്നി ആ കളർ ഉണ്ട് കഴിഞ്ഞാൽ അഭിത്തിന്റെ സ്റ്റേക്ക് സൈഡ് ഡിഷ് ആയത് കേട്ടോ. സ്കെച്ചപ്പ്. അങ്ങനെ പറഞ്ഞു കേട്ടോ. കഴിക്കേ അവിടുന്ന് എടുത്തോളാം. അവിടെ തന്നോളാം. ഊണാണ്. താങ്ക് യു. ടേസ്റ്റ് ടെസ്റ്റ് പറ. ടേസ്റ്റ് ടെസ്റ്റ് പറ. ഒരു പീസ് ഉണ്ട്. മീഡിയം റയർ അല്ല അല്ല ഇത് മീഡിയം അല്ല. മീഡിയം റയർ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? മീഡിയം റയർ കാണിച്ചു തരാം. It's good. പക്ഷേ പിങ്കി ഇതാ മീഡിയം റയർ. ഇവന്റെ കാണിച്ചേ അതും മീഡിയം റയർ ആണല്ലോ. എല്ലാം മീഡിയം റയർ. മീഡിയം അല്ല. എടാ നിന്റെ കാണിച്ചേ. എന്റെ കരിഞ്ഞിട്ടുണ്ട്. അല്ല ഇത് ഭയങ്കരമായിട്ട് ഇത് ബർഗറിലെല്ലാം വെക്കുന്ന പോലത്തെ. ഡ്രൈ ജ്യൂസി ജ്യൂസി. ഗൈസ്, പിന്നെ ആരും തെറ്റിദ്ധരിക്കണ്ട, ഇത് എന്റെ ബിയർ അല്ല. അല്ല, കോക്കല്ല, കോക്ക്. ഗുണ്ടകളല്ല. എന്തിനാണ് നമ്മൾ അനാഥകരാണ്, ഗുണ്ടകളല്ല. അങ്ങനല്ല, അനാഥർ അല്ലേ? കട്ടറോട് കയറി പോലെ ഹെൽത്തി ട്രോളാട്ടോ. ഹെൽത്തി ട്രോളാണ്. അതെ അതെ. ഇത് മീഡിയം ഞാൻ എത്ര നാളും ഇത്രയും നല്ല കുക്കായിട്ടുള്ള സാധനം കഴിച്ചു. ശരി എന്നാ. കുത്തി എടുക്കണമായിരുന്നു. ഇത്തിരി നല്ല സാധനം കഴിച്ചോണ്ടിരുന്ന. പക്ഷേ ഞാൻ ഇത് ഇതുവരെ ട്രൈ ചെയ്തില്ല. ചോദിച്ചു അതെന്തുകൊണ്ടാണ് ഞാൻ ട്രൈ ചെയ്യാത്തരാ? മിക്കവാറും പ്രസിഡന്റ് മേത്തക്കിന്റെ തുപ്പും. കഴിയും. റാഞ്ചാ. വെറുതെ ആദ്യേ മൈൻഡ് സെറ്റ് ആക്കിട്ടാ കഴിക്കുന്നത് അല്ലേ? ആർക്കും താല്പര്യമില്ല. മീഡിയം അല്ല. നീ ഇവൻ കഴിക്കുന്നതാടാ. ഞാൻ ചെമ്പൂവേ ഇന്ന് പാട്ട് പാടണ്ടേ? നാളെ ഞാൻ വർക്കൗട്ട് ചെയ്യാനില്ല കേട്ടോ. ഇന്ന് ചെയ്തു. കാലറി ബേണായി. ഇന്ന് പാട്ട് പാടണ്ടേ? തിന്നിട്ട് പോലെ മതി പാടണ്ട. എനിക്ക് നിർബന്ധമൊന്നുമില്ല.
ഓ പ്രേക്ഷകരുടെ പാട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഗൈസ് ഫുള്ള് ഫുഡെല്ലാം കഴിച്ചു. എല്ലാ വ്ളോഗിലും ഒരു പാട്ടുണ്ട് ഇപ്പൊ. മൈ ഗോഡ്, നിങ്ങളെല്ലാം ഞാൻ കാണാറില്ല ഇതൊന്നും. അവിടെ സേഫാ, നിങ്ങളെല്ലാരും സേഫാ. ഞാനിങ്ങനെ ബ്ലോക്ക്. നല്ല പാവം കുഞ്ഞ്. ചേട്ടനല്ലേ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോ എന്റെ വീഡിയോ അപ്പോ സ്റ്റോറി തുറന്ന ജോലി ചുമ്മാ ഒരു 5 മിനിറ്റ് സമയം സമാനം കിട്ടില്ല. തുറക്കുമ്പോ എന്റെ പേര് 2 സെക്കൻഡ് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. മിന്നൽ ഞാൻ കേൾക്കുന്നത്, ഞാൻ ലൈക്ക് ഇടും, അപ്പത്തേക്ക് മാറ്റും, ലൈക്ക് ഇടും മാറ്റും. ആ താജ്മഹലിന്റെ മൂട്ടിലിരിക്കുന്ന താജ്മഹലിന്റെ വിലയില്ലല്ലോ. അതാ സംഭവം അല്ല പിന്നെ ജോലിക്ക് 5 മിനിറ്റ് മോട്ടിവേഷൻ തരാണ്ടില്ല. ഇവൻ പ്രസ്താട്ടാ ഇറങ്ങണം, പ്രസ്താട്ടാ നല്ല ബൂസ്റ്റിംഗ് ആണ് ഞാൻ. അല്ലെങ്കിൽ എപ്പോഴും ഡിപ്രഷൻ ആയി പോയെന്നറിയാം. ഞാൻ ഇല്ലോണ്ട് രക്ഷപ്പെട്ട് പോകുന്നു. ആശാൻ ഇല്ലെങ്കിലേ ജയ് ജോലിക്ക് പോയിട്ട് ഇങ്ങനെ ഇരുന്നേനെ. ഞാൻ ഇല്ലോണ്ട് ജിൽജില്ല വൈകുന്നേരം വരെ അല്ലേ. ഞാൻ ഉറങ്ങുമ്പോ മാത്രം ബാക്കിയുള്ള 10 മണിക്കൂർ ശമ്പളം വായിക്കും, 1 മണിക്കൂർ വർക്ക്, 1 മണിക്കൂർ വരെ വർക്ക് എടാ ഞാൻ പറയാം. ഒരു കൈപ്പാട് കിട്ടി. കൈപ്പാടിൽ 3D മോഡൽ ഉണ്ടാവും പ്ലാന്റിന്റെ. അപ്പൊ നമ്മൾ ഈ വെൽഡ് നമ്പർ അടിച്ചു കൊടുത്താൽ ഞാൻ കൃത്യമായിട്ട് എവിടെയുള്ള വെൽഡ് കാണിച്ചു തരും. അപ്പൊ പെട്ടെന്ന് 1 മണിക്കൂറോട്ട് 10 വൈദ്യുതി കിട്ടും. ഞാൻ എന്ത് ചെയ്യും, ഈ വെയിലത്തൊക്കെ പുറത്തിറങ്ങി എന്തിനാ വഴി ഇങ്ങനെ ഇരിക്കും. വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് പോയി 1 മണിക്കൂറോട്ട് ടപ്പ വൈദ്യുതി ഗ്രൂപ്പിൽ ചടപടയിടും. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് വെള്ളം ചെക്ക് ചെയ്താൽ മതി. പിന്നെ വിളിക്കുമ്പോ പോണം വെള്ളയൊക്കെ. എല്ലാരും നോക്കും ഗ്രൂപ്പിൽ 1 2 3 കൈപ്പാടുണ്ട്. ഇവിടെയുള്ള മറ്റേ ഡ്രോയിങ് ഒക്കെ നോക്കി അതെങ്ങനെ വെള്ളി മാത്രം അഭിപ്രായം കിട്ടിയേ. ഞാൻ നേരത്തെ പോയി എടുക്കൂലാവില്ല. ചെക്ക് വന്നു. എത്രയാണ് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക? $37. അത് നിങ്ങൾ കൂട്ടിക്കോ. ഇങ്ങനെയാ നാളെ വെക്കും പുതിയത്. നാളെ നോക്കാം. നാളെ നീ അജുവാട്ടിനായിട്ട് പോയിട്ട് നീ അത് സെറ്റ് ആക്ക്. കാരണം ഞാൻ വരുമ്പോ ലേറ്റ് ആവും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മീറ്റിംഗ് പരിപാടി. ഇത് ഇവനില്ലടാ, ഇവന് ഓരോ ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ പറഞ്ഞിട്ട് ഡോഡ്ജി കൊണ്ട് പോവേ. വരുമ്പോ ഒരു പല്ലുണ്ടാവില്ല, ഒരു കണ്ണുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ നോക്കും. ഓക്കെ ഏട്ടാ ഇരുട്ടല്ലേട്ടാ, ഇരുട്ടല്ലേ, നമുക്ക് ഒന്നും കാണുന്നില്ല, ഇരുട്ടല്ലേട്ടാ ഇരുത്തി. എന്നിട്ട് ഡോഡ്ജി പിന്നെ കുഞ്ഞിക്കുഞ്ഞിനെ പോലെ നടക്കും. എന്തോ ഞാൻ ഡോഡ്ജ് നാട്ടിലോട്ട് ഇറക്കും. ഞാൻ ഇറക്കിയിരിക്കും. എന്നെ ഇറക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇറക്കിക്കോളും. എടാ വാഗ്ദാനങ്ങൾ പറയരുത് വെറുതെ. ഇല്ല ഞാൻ ഇറക്കും. നമ്മള് ഇപ്പൊ ഒന്നും പറയണ്ട. നമുക്ക് മനസ്സിലായോ? ഞാൻ ഇറക്കും. എടാ നമ്മള് ഫ്യൂച്ചർ സംഭവങ്ങളൊന്നും പറയാൻ പാടില്ല. ഇന്ന് നടക്കുന്ന മാത്രം പറയാം. ഫ്യൂച്ചറിൽ നമുക്ക് ഗോൾസ് വേണ്ടേ? അത് പറയാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഗോൾസ് വേണ്ടേ? നമ്മള് ഗോൾസ് സെറ്റ് ചെയ്യണ്ടേ? അത് വേണം. വൺ ഓഫ് ദ ഗോൾസ് ആണ്. പക്ഷെ പബ്ലിക് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കരുത്. അതാ പറയാം. ഗോൾസ് ഒക്കെ നല്ലതാണ്. അത് പറഞ്ഞുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് കുറയും. ഓക്കെ. അതുകൊണ്ട് എല്ലാം വരുന്ന ആളുകളിൽ നിങ്ങൾ കാണും. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയും പറയുന്നത്. അഭിത്തെ ഓക്കെ അല്ലേ? നീ ഓടിപ്പോന്നോലെ ഗൈസ് തിരുമ്പേ വീട്ടിലെത്തി. 10 മണിയല്ലേ? 10 മണിയായി. ശ്രീഹരി ഇപ്പം ജിമ്മിൽ പോകാൻ വേണ്ടി പോവാണ്. നല്ല മാറ്റമുണ്ട്. വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് വരുന്നുണ്ട് കേട്ടാ ബോഡിക്ക്. പണ്ട് എത്ര 7 പൗണ്ടോ കൂടിയത്? 7 പൗണ്ട് കൂടി. 2 ആഴ്ച ഉണ്ട്. അപ്പോൾ എനിക്ക് ഫാറ്റ് കൂടിയ പോലെ തോന്നില്ല, മസിൽ ഗെയിൻ ചെയ്ത പോലെ. അത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രോട്ടീനും കൂടി കഴിച്ചാൽ സെറ്റാണ്. പിന്നില്ലേ ഗൈസ്, ഡെയിലി തോട്ട് വേണ്ടേ? പിന്നെ ഡെയിലി തോട്ട്. അതായത് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കണ്ണ് കാണാത്ത ആൾക്കാർ, സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർ, കാലിന് വയ്യാത്തത്, കൈക്ക് വയ്യാത്തത്, അങ്ങനത്തെ പല 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 ആൾക്കാർ നമ്മളെ ചുറ്റുമുണ്ട്. അവരൊക്കെ ജീവിതം ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കണ്ട് നമ്മൾ പഠിക്കണം. ഇപ്പം റിലേഷൻഷിപ്പ് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞരമ്പ് മുറിക്കും, പിന്നെ പരീക്ഷയൊക്കെ പൊട്ടിയെന്ന് പറഞ്ഞിട്ട് നാട് വിടും, ഞരമ്പ് മുറിക്കും, തൂങ്ങിച്ചാവും, ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഡിപ്രഷനാണ്, മറ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ചെറിയ പിള്ളേർ സൂയിസൈഡിലേക്കും അതിലേക്കെല്ലാം പോകുന്നത്. ചുറ്റും ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി.
എത്രയോ ആൾക്കാർ ഡേ ടു ഡേ സ്ട്രഗിൾ ചെയ്തിട്ട് പക്ഷെ ജീവിതത്തിൽ ക്വിറ്റ് ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട്. അത് കണ്ട് നമ്മൾ പഠിക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഡിപ്രഷനാണ്, എനിക്ക് സൂയിസൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇത് വേണ്ട. ജീവിതം എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യണം. ക്വിറ്റിംഗ് ഒരു ഓപ്ഷൻ അല്ല കേട്ടോ. അതാണ് ഇന്നത്തെ തോട്ട്. എങ്ങനെയുണ്ടെന്ന് പറയാം. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ ചക്കരനാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ മതിയാ മതി ലൈൻ സെറ്റ്. പക്ഷെ ഈ പാട്ടിന്റെ എല്ലാ ദിവസം പാടുമ്പോൾ ഒരു ഇത് നാളെ വേറെ ഇടാം അല്ലേ? അത് പറയണേ. നിങ്ങൾക്ക് കൺമണി പൂ കേൾക്കണമെങ്കിൽ ഞാൻ കൺമണി പൂ പാടും, ഇല്ലെങ്കിൽ നമ്മൾ വേറെ പാട്ട് പാടും. അതായത് 2 പാട്ടിടും. ആ പീസടി എനിക്ക് ജിമ്മിൽ പോകണം, അവർ വെയിറ്റിംഗ് ആണ്. ഓ ജിമ്മില് നമ്മള് പോകുന്നയാടോ ലേറ്റ് ആയി ബ്രോ, എനിക്ക് വന്നിട്ട് വ്ളോഗ് എടുത്ത് ചെയ്യണം. പിന്നെ ഉഷാറായിട്ടിരിക്കും, പവറായിട്ടിരിക്കും. വൈബ്സ് കൊണ്ട് പിള്ളേരാരും കച്ചറ പരിപാടിക്കൊന്നും പോവില്ല. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നിങ്ങളും ചെയ്യരുത് കേട്ടോ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, സെൽഫ് ഇംപ്രൂവ്മെന്റ് ജേണിയിലേക്ക് വരിക, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക, ക്യാരക്ടർ ബിൽഡ് ചെയ്യുക, ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, നല്ല രീതിയിൽ ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. വേറെ നിങ്ങൾക്ക് പറയാനില്ല ഗൈസ്. ഉഷാറാട്ടെ. ഞാനധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നാളെ കാണാം. പീസ്. പിന്നെ ഞാൻ മറക്കാണ്ട് ശ്രീനാഥ് പീസി ഫോളോ ചെയ്യുക. എല്ലാവർക്കും പീസ്. അപ്പം എനിക്ക് ജിമ്മിൽ പോകണം. പീസ്.